ദേശത്ത് വന്ന് ദൈവവചനം വിളിച്ചു പറയാൻ, നിത്യജീവന്റെ വചനം വിളിച്ചു പറയാൻ അടിയങ്ങൾ ആഗ്രഹിക്കുന്നു. ദൈവം ഈ കാലാവസ്ഥയെ അനുഗ്രഹിക്കണമേ, ഇവിടെയുള്ള വീട്ടുകാരെ അനുഗ്രഹിക്കണമേ. ശ്രദ്ധിക്കുന്നവരെല്ലാം അനുഗ്രഹിക്കപ്പെടുവാൻ ഇടവരുത്തണം. നാശലോകത്തിൽ ദൈവം ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കും. ആപത്തനർത്ഥങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷയും സന്തോഷവും സമാധാനവും അനുഭവിക്കുവാൻ തക്കവണ്ണം ഇത് മുഖാന്തരമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ സർവ്വം ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. വരുവിൻ യേശുവിൻ അരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറിവി. വരുവിൻ യേശുവിൻ അരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറിവി. വരുവിൻ കൃപകൾ പൊഴിയും കുരിശിൻ അരികിൽ, വരുവിൻ കൃപകൾ പൊഴിയും കുരിശിൻ അരികിൽ. വരുവിൻ ഞാൻ നിങ്ങളുമായിരിക്കുമ്പോൾ ഇവിടെ ഞങ്ങൾക്ക് വിളിച്ചു പറയുവാനുള്ള ഒരു സന്ദേശമുണ്ട്. സമാധാനം തരാൻ കഴിയുന്ന, സന്തോഷം തരാൻ കഴിയുന്ന, രക്ഷ തരാൻ കഴിയുന്ന ഒരേ ഒരു മാർഗം ഞങ്ങൾ വിളിച്ചു പറയുന്നു. അത് ഞങ്ങൾ വിളിച്ചു പറയുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമാണ്. പക്ഷേ ബൈബിൾ ഇങ്ങനെ പറയുന്നു, മറ്റ് ഒരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരു നാമമുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം മാത്രമാണ്. ഈ നാമത്തിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരാൻ കഴിയുന്ന മാർഗമാണ്. നിങ്ങളുടെ രോഗബന്ധനങ്ങളെ അഴിക്കാൻ കഴിയുന്ന, നിങ്ങളുടെ ശാപങ്ങളെ അഴിക്കാൻ കഴിയുന്ന, നിങ്ങളുടെ മദ്യപാനത്തെ, മയക്കുമരുന്ന് അടിമത്തത്തെ, പാപത്തിന്റെ രഹസ്യവും പരസ്യമായ പാപങ്ങളുടെ അടിമത്തത്തിൽ നിന്ന്, പിശാചിന്റെ അടിമത്തിൽ നിങ്ങളെ വിടുവിക്കാൻ കഴിയുന്ന ഒരേ ഒരു നാമമുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമാണ്. ആ നാമത്തിന് മാത്രമേ രക്ഷ, നിത്യരക്ഷ തരാൻ, നിത്യസമാധാനം തരാൻ, നിത്യ സന്തോഷം തരാൻ കഴിയുന്ന ഒരു മാർഗമുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാർഗമാണ്. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. പ്രിയ സ്നേഹിത, ഒരു 70, 60, 80 വയസ്സുകൊണ്ട് തീരുന്ന നല്ലൊരു മനുഷ്യന്റെ ജീവിതം, ദൈവം വിഭാവനം ചെയ്ത മനുഷ്യന്റെ ജീവിതം, നിത്യതയിൽ ദൈവത്തോടുകൂടെ സ്വർഗത്തിൽ വസിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ദൈവിക പദ്ധതി പ്രകാരം ഒന്നാം മനുഷ്യൻ ആദം ഹവ്വ ദമ്പതിമാരെ ഭൂമിയിൽ ദൈവം ആദ്യമായി സൃഷ്ടിച്ചത്. അങ്ങനെ സൃഷ്ടിച്ച മനുഷ്യൻ ദൈവം പറഞ്ഞ കൽപ്പനകളെ അനുസരിക്കാതെ, ദൈവം പറഞ്ഞ വാക്കിനെ അനുസരിക്കാതെ ലംഘനം ചെയ്തപ്പോൾ, പാപം ചെയ്തപ്പോൾ അവർ നിത്യമരണത്തിന് അധീനരായി തീർന്നു. അങ്ങനെ നിത്യമരണത്തിന് അധീനരായ മനുഷ്യനെ രക്ഷിക്കുവാൻ ദൈവം കണ്ട ഒരേ പുത്രനായ ക്രിസ്തുവിനെ, സ്വർഗത്തിൽ ഇരുന്ന ദൈവമായിരുന്ന ക്രിസ്തുവിനെ ഭൂമിയിൽ അയച്ച് മനുഷ്യന്റെ പാപത്തിന് വേണ്ടി കാൽവരിയിൽ യാഗമായി തീർക്കുവാനിടയായി. അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ പറയുന്നു, അവന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്ന് പറയുന്നത് പോലെ മനുഷ്യന്റെ പാപത്തിന് വേണ്ടി രക്തം ചീന്തിയ ഒരു ദൈവമുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ മറ്റാരുമില്ല. ഭൂമിയിൽ കോടാനുകോടി ദൈവങ്ങൾ നമുക്കുണ്ട് ആരാധിപ്പാൻ. പക്ഷെ അവരാരും മനുഷ്യന്റെ പാപത്തിന് വേണ്ടി രക്തം ചിന്തിയില്ല. രക്തം വേണ്ട ദൈവങ്ങളുണ്ട്, പക്ഷെ അവരാരും മനുഷ്യന് വേണ്ടി രക്തം ചിന്തിയ ദൈവങ്ങളല്ല. പക്ഷെ ഇന്നിപ്പോൾ ഞങ്ങൾ വിളിച്ചു പറയുന്നു, രക്തം ചിന്തിയ ഒരുവനുണ്ടെങ്കിൽ, നിങ്ങളുടെ പാപങ്ങളെ പരിഹരിക്കാൻ കഴിയുന്ന യേശു മാത്രമേ ഉള്ളൂ. അവൻ നിങ്ങളുടെ പാപത്തിന് പരിഹാരകനാണ്. നിങ്ങളാണെങ്കിൽ ശാപത്തിന്റെ കീഴിലാണെങ്കിൽ, ഏതെങ്കിലും ഒരു മാരക രോഗത്തിന് അടിമയാണെങ്കിൽ, നിങ്ങൾക്ക് രക്ഷപ്പെടണമോ മദ്യത്തിനോ മയക്കുമരുന്നിനോ അടിമകളാണെങ്കിൽ, നിങ്ങളുടെ തലമുറ നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന അനുഭവമാണെങ്കിൽ, ഇന്ന് പകൽ അടുത്തു വരിക. രക്ഷ കിട്ടാൻ ഒരേ ഒരു മാർഗം യേശു ക്രിസ്തു. ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുൻപ് സ്വർഗത്തിലെ സകല മഹിമകളും എടുത്ത് താണഭൂമിയിൽ കടന്നു വന്ന് മനുഷ്യന്റെ പാപത്തിന് വേണ്ടി കാൽവരിയിൽ അവന്റെ രക്തം ചിന്തി. അതൊരു ക്രിസ്ത്യാനിയുടെ ദൈവമല്ല യേശു, ക്രിസ്ത്യാനിക്ക് വേണ്ടി ഇറങ്ങി വന്ന ദൈവമല്ല യേശു. ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ
ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, നിങ്ങൾ ദൈവത്തിന്റെ സൃഷ്ടിയാണ്, ദൈവത്തിന്റെ സ്വരൂപത്തിലാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. എന്നാൽ ലോകത്തിന്റെ പ്രഭു പിശാച് നിങ്ങളെ വശീകരിച്ചുകൊണ്ട് നിങ്ങളെ പാപപ്രവൃത്തികളിലേക്ക് കാണാത്ത കാര്യങ്ങളിലെ നിശ്ചയവും ആകുന്നു. കാലഘട്ടം നോക്കുകയാണെങ്കിൽ എവിടെയും കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളുമാണ്. ഈ ലോകത്തിന്റെ ഈ യുഗത്തിന്റെ അവസാനത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ബൈബിളിന്റെ വീക്ഷണത്തിൽ ഇപ്പോഴത്തെ യുഗത്തിന്റെ പേര് കൃപായുഗമെന്നാണ്. ഈ കൃപായുഗത്തിൽ ദൈവം മനുഷ്യരോട് കൃപ തോന്നുകയാണ്. കൃപ എന്നാൽ അർഹിക്കപ്പെടാത്ത സ്ഥാനത്ത് പകരപ്പെടുന്ന ദൈവിക ദാനമാണ്. കൃപയാൽ എല്ലാവർക്കും സൗജന്യമായി രക്ഷ കൊടുക്കുവാൻ ദൈവം തീരുമാനിച്ചു. നേർച്ച കാഴ്ചകളോ ഏതെങ്കിലും പുണ്യപ്രവർത്തികളോ ഒന്നും ആവശ്യമില്ല. നീ ദൈവത്തിന്റെ അടുക്കലേക്ക് വന്ന് വിശ്വസിക്കുകയും നിന്നെ തന്നെ സമർപ്പിക്കുകയും നിന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയും ചെയ്താൽ ദൈവം നിന്നെ സൗഖ്യവും സമാധാനവും സന്തോഷത്തിലേക്ക് നടത്തുകയും നിത്യജീവൻ നിനക്ക് നൽകുകയും ചെയ്യും.